ഇന്ത്യയിലെ മുസ്ലിമുകൾ ന്യൂനപക്ഷമായി കാണുന്നില്ലെന്നും ഒരു ദിവസം ഭൂരിപക്ഷത്തെക്കാൾ വലുതാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവും കൊൽക്കത്ത മേയറുമായ ഇർഫാദ് ഹക്കീം പറയുകയുണ്ടായി. മുസ്ലിമുകൾ അവരുടെ ശബ്ദം കേൾപ്പിക്കുന്ന തരത്തിൽ സ്വയം ശാക്തീകരിക്കണം. അതിലൂടെ നീതിക്കും വികസനത്തിനുമായുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും മേയർ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ന്യൂനപക്ഷ വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ഫിർഹാദ് ഹക്കീം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മുസ്ലിമുകൾ 31%, രാജ്യത്ത് 17%. നമ്മളെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മൾ നമ്മളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മോടൊപ്പം ഉണ്ടാവുകയും കൽപ്പനകൾ അംഗീകരിക്കുകയും ചെയ്താൽ ഒരു ദിവസം നമ്മൾ ഭൂരിപക്ഷത്തെക്കാൾ വലുതാകും, ഇർഫാദ് ഹക്കീം പറയുകയുണ്ടായി. സമുദായത്തിന് പ്രാതിനിധ്യം കുറവാണെന്ന് അവകാശപ്പെടുന്ന ജുഡീഷ്യറിയിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകേണ്ടത് അടിയന്തര ആവശ്യമാണ്. ഈ വിടവ് നികത്താൻ മുസ്ലിം സമുദായങ്ങൾ കഠിനമായി പരിശ്രമിക്കണം. നീതിക്ക് വേണ്ടി മെഴുകുതിരി റാലികൾ നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്ക് ശക്തിപ്പെടാം. നമ്മുടെ ശബ്ദം സ്വയം കേൾക്കുകയും നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിരിക്കും നമ്മൾ. നിങ്ങൾ സ്വയം നീതി നൽകാൻ കഴിയുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ പദവിയും സ്ഥാനവും എത്തിക്കുകയും വേണം. രാജ്യ പുരോഗതി സുഗമമാക്കുന്നതിന് ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ മറ്റു സമുദായങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നു, ഫിർഹാദ് ഹക്കീം പറയുകയുണ്ടായി. അതേസമയം കൊൽക്കത്ത മേയറുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗന്ധ മജ്ദാർ രംഗത്തെത്തി. ഫിർഹാദ് ഹക്കീമിന്റെ തൃണമൂൽ നേതാക്കളുടെയും ചിന്താഗതി എന്താണെന്ന് സുഗന്ധ മജ്ദാർ കുറ്റപ്പെടുത്തി. നീതി കൈപ്പിടിയിലെടുത്താൽ മേയർ ആഗ്രഹിക്കുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശം കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മതനേതാക്കളുടെ മനസ്സാണിത്. ബംഗാളിനെ മറ്റൊരു ബംഗ്ലാദേശാക്കി മാറ്റാനാണ് ഭരണകക്ഷി ശ്രമിക്കുന്നതെന്നും മജുംദാർ ആരോപിച്ചു. അതേസമയം കൊൽക്കത്ത മേയറെ പിന്തുണച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് വ്യക്തമാക്കി. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഉന്നമനമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിലൂടെ അവർക്ക് മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമാകാനും രാഷ്ട്ര നിർമ്മാണത്തിൽ സംഭാവന നൽകാനും കഴിയും. ലിബറൽ മൂല്യങ്ങൾക്ക് പേരുകേട്ടയാളാണ് ഹക്കീം. വിവിധ മതങ്ങളുടെ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന അദ്ദേഹം സാമുദായിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഘോഷ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വാർഡ് 82 നിന്ന് വിജയിച്ച ഫിർഹാദ് മുൻ മേയറും നിലവിൽ ഗതാഗത ഭവന വകുപ്പ് മന്ത്രി കൂടിയാണ്. മുൻ ഭരണസമിതിയുടെ കാലാവധി 2020 അവസാനിച്ചെങ്കിലും കോവിഡ് കാരണം തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നില്ല. ഇക്കാലയളവിൽ ഹക്കീമിനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൈമാറിയിരുന്നത്.